ബംഗളൂരുവിൽ കടകളിലെ സൈൻ ബോർഡുകളിൽ 60% കന്നഡ വേണമെന്ന ഉത്തരവുമായി കർണാടക സിവിക് ബോഡി. ഇതോടെ ഹിന്ദി കന്നഡ ചർച്ച കർണാടകയിൽ വീണ്ടും സജീവമായി. സിവിക് ബോഡിയുടെ അധികാരപരിധിയിലുള്ള എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളിലും സൈൻ ബോർഡുകളിൽ 60% കന്നഡ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ഉത്തരവ് പാലിക്കാതിരുന്നാൽ നിയമ നടപടികൾ വേണ്ടിവരുമെന്നും ബംഗളൂരു മഹാനഗരപാലിക ചീഫ് കമ്മീഷണർ പറഞ്ഞു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംസ്ഥാനത്ത് ജീവിക്കുന്ന എല്ലാവരും കന്നഡ പഠിച്ചിരിക്കണമെന്നും കന്നഡയിൽ സംസാരിക്കണമെന്നും പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത്. കന്നഡ ഭാഷാവാദം ഉയർത്തുന്ന കർണാടക സംരക്ഷണ വേദിയുടെ സമ്മർദ്ദവും തീരുമാനത്തിന് പിന്നിലുണ്ടെന്ന് പറയുന്നു. ബംഗളൂരു നഗരത്തിന്റെ 1400 കിലോമീറ്റർ ചുറ്റളവിലുള്ള റോഡുകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ കടകളിലും ഈ നിബന്ധനകൾ പാലിക്കണം. സർവേ നടപടികൾ പൂർത്തിയാക്കി നിബന്ധനകൾ പാലിക്കാത്ത കടകൾക്ക് നോട്ടീസ് നൽകാനാണ് തീരുമാനം. ഫെബ്രുവരി 28-നകം പേരുകളിൽ കന്നഡ ഉൾപ്പെടുത്താനാണ് തീരുമാനം. ഇതിനോടകം കന്നഡ ഉൾപ്പെടുത്താത്ത കടയുടമകൾ നിയമ നടപടികളും നേരിടേണ്ടി വരും. ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളും ഉണ്ടായേക്കും. കർണാടക സംസ്ഥാന രൂപീകരണം മുതൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ സ്ഥിരതാമസമാക്കിയ സംസ്ഥാനമാണ് കർണാടക. എന്നാൽ ഇവരെല്ലാം തന്നെ കന്നഡ നിർബന്ധമായും സംസാരിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. പ്രാദേശിക ഭാഷ പഠിക്കാതെ കേരളം, കർണാടക, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ അതിജീവിക്കാനാകില്ലെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.